ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ബർത്ത്ഡേ വ്ലോഗാണ്. ഈ കഴിഞ്ഞ ഒക്ടോബർ 26-ന് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ ഇങ്ങനെ പ്രിൻസസ് എൽസ, നമ്മളെ ഫ്രോസൺ എൽസൻ്റെ ആ ഒരു തീമിലാണ് നമ്മൾ ബർത്ത്ഡേ തീം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്രീം നല്ല കട്ടിയായിട്ടാണ് ഉള്ളത്, നല്ല ഫ്രോസൺ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം അതൊന്ന് തണുത്ത് നല്ല വെള്ളം പോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒന്ന് ബീറ്റർ വെച്ച് അടിച്ചിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഞാനിവിടെ എഗ്ഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 6 മുട്ടയാണ് ചെയ്യുന്നത്. 2 കിലോൻ്റെ കേക്ക് ബാറ്ററാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ 1.5 കിലോൻ്റെ കേക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 1/2 കിലോ കേക്ക് എനിക്ക് ഓർഡറാണ്. അതുകൊണ്ട് ഞാനിവിടെ 6 മുട്ട എടുത്തിട്ടുണ്ട്. 6 മുട്ടയിലേക്ക് 1.25 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതവിടെ ബീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. എന്നിട്ട് വേറൊരു ബൗളിൽ 2 കപ്പ് മൈദപ്പൊടി ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇവയെല്ലാം കൂടി ഇട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. കേക്കിൻ്റെ ഈ പൗഡറുകളെല്ലാം 2-3 തവണ അയച്ചെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിൽ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സായി കിട്ടുകയും ചെയ്യും. എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതവിടെ മാറ്റി വെച്ചു. അപ്പോഴത്തേക്ക് ഇവിടെ മുട്ടയെല്ലാം നല്ലോണം ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അധിക സമയം ബീറ്റ് ചെയ്യണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. ഓയിലും നമ്മുടെ ബാറ്ററും കൂടി ഒന്ന് കമ്പൈനായി കിട്ടിയാൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതുപോലുള്ള സ്പൂൺ നമുക്ക് ഉപയോഗിക്കാം. മിക്സ് ആക്കുന്നതിന് ഷാർപ്പ് എഡ്ജസ് ആയിട്ടുള്ള എന്തെങ്കിലും ഇങ്ങനെ തവിയോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി ഈസി ആയിരിക്കും. സ്പാച്ചുല തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മൈദ മിക്സ് ഇതിലേക്ക് 2-3 തവണകളായിട്ട് ചേർത്തിട്ട് പതുക്കനെ മിക്സാക്കി എടുക്കാം. നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ അടുത്ത് തീർന്നിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാതിരുന്നത്. ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേക്കിന്, നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഞാൻ കുറേശ്ശെ പൊടികളെല്ലാം ചേർത്തിട്ട് ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു 1/2 കപ്പ് പാല്, നല്ല ചൂടില്ല പാലാട്ടോ ഒഴിക്കുന്നത്, നല്ല തിളക്കുന്ന പാലുമാണ് ഒഴിച്ചു കൊടുക്കാൻ ഏറ്റവും ലാസ്റ്റ്. എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിനി ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിവിടെ 2 6 ഇഞ്ച് പാൻ എടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ട് അപ്പം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ റെഡിയാക്കി ഫുൾ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കില്ല. കാരണം ഞാൻ 2 കിലോക്കുള്ള ബാറ്ററാണ് റെഡിയാക്കി എടുത്തത്. 1/2 കിലോ എനിക്ക് വൈറ്റ് ഫോറസ്റ്റിനുള്ള ഓർഡറാണ്. അപ്പോൾ അത് ഞാൻ വേറൊരു 1/2 കിലോൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇനി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിൽ ഒരു 25 to 30 മിനിറ്റ്സ് ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്. അപ്പോൾ ഈ ഓവൻ്റെ അടുത്ത് തന്നെ ഞാൻ ഡോണറ്റ്സിനുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓവൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊങ്ങി വരും. അപ്പോൾ അത് ഞാനവിടെ കുഴച്ചിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് കേക്ക് ഇങ്ങനെ ഐസിങ് ചെയ്തെടുക്കുകയാണ്. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഗനാഷ് കേക്കിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഞാൻ കാഷ്യൂ നട്ടും പിന്നെ പിസ്തയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യം കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കാഷ്യൂ നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി ഞാനിതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഇനി അടുത്ത ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യത്തെ ലെയറിൽ ചെയ്ത പോലെ തന്നെ ആദ്യം ഒന്ന് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തെടുത്തു. പിന്നെ ക്രീം ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിസ്തയാണ്. പിസ്ത ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ തന്നെ ബാക്കി എല്ലാ ലെയറിലും ഒന്നിങ്ങനെ
ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഞാൻ 6 ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറയാൻ വേണ്ടി മറന്നുപോയി. 6 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഒരു ടോൾ കേക്കാണ് ചെയ്തെടുക്കുന്നത്. 6 ഇഞ്ചിൻ്റെ പാനിലാണല്ലോ അപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് 2 കേക്കും 3 ലെയറായിട്ട് കട്ട് ചെയ്തപ്പോൾ മൊത്തം 6 ലെയർ കേക്ക് കിട്ടി. ഐസിങ് ചെയ്തിട്ട് ഫുള്ള് ക്രം കോട്ട് ചെയ്തിട്ടൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ബാക്കി പണികളെല്ലാം ചെയ്യുന്നത്. എന്നിട്ട് ഇതാ കപ്പ് കേക്കാണ് രാവിലെ തന്നെ ഉണ്ടാക്കുന്നത്. കപ്പ് കേക്കും പിന്നെ കേക്ക് പോപ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കേക്കും, അങ്ങനെ 2 മുട്ടയ്ക്ക് ചെയ്തിട്ടുള്ളൊരു ബാറ്ററാണ് കപ്പ് കേക്കിനും പിന്നെ നമ്മുടെ കേക്ക് പോപ്സിനും. അതവിടെ ഓവനിലേക്ക് വെച്ചിട്ട് ഞാൻ കേക്കിൻ്റെ ബാക്കി ഐസിങ് ചെയ്യുകയാണ്. അപ്പോൾ നല്ല ടോൾ കേക്ക് ആയതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തള്ളി നിൽക്കുന്നുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കുന്നുണ്ട്. കേക്ക് ചെറുതായിട്ട് മാത്രമേ ഇങ്ങനെ പൊങ്ങിക്കുന്നുള്ളെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിപ്പം കുറച്ച് നല്ലോണം തന്നെ കേക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫുൾ ഐസിങ് ചെയ്യാൻ വേണ്ടി നിന്നാൽ എന്തായാലും കേക്കിൻ്റെ ക്രംസ് പുറത്തേക്ക് കാണും. അതൊരു ബോറല്ല. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തൊന്ന് ലെവലാക്കി എടുത്തതാണ്. അതിന് ശേഷം അത് ക്രംസൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഫുള്ളായിട്ട് ക്രീം വെച്ചൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിലുള്ള ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്ത് വെച്ചാൽ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കേക്ക് ഫുള്ളായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഈ ബർത്ത്ഡേ പാർട്ടീൻ്റെ ക്രാഫ്റ്റ് വർക്കെല്ലാം ചെയ്തിട്ടുള്ളത് എൻ്റെ അനിയത്തിയാണ്. അപ്പം ആ ഒരു കുഞ്ഞു വീഡിയോ ആക്കിയിട്ട് നമ്മൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരും അത് കാണാൻ മറക്കരുതേ. കേക്ക് ഞാൻ 2 ഷെയ്ഡായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഓംബ്രെ ടൈപ്പ് കേക്കാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. താഴ്ഭാഗം ഇങ്ങനെ ബ്ലൂ കളർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്, ഏറ്റവും താഴ്ഭാഗം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ലൈറ്റ് ബ്ലൂ, അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് നമ്മുടെ തീം. അപ്പോൾ ആ ഒരു തീമിലാണ് കേക്കും കപ്പ് കേക്ക്സും എല്ലാം അങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ സ്പാച്ചില കൊണ്ട് ബ്ലൂ ക്രീം നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്കിൻ്റെ മുകളിൽ ഞാനിങ്ങനെ ഫോൾസ് ലൈൻ പോലെ തന്നെ ആ ഒരു രീതിയിൽ തന്നെ കൊടുത്തിട്ട് അതിലേക്ക് സിൽവർ ഡസ്റ്റ് കൊടുക്കാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായത്. പിന്നെ ടൈം ഉണ്ടായിരുന്നില്ല, ബാക്കി ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടതല്ലേ, ബാക്കി വേറെ എന്തെങ്കിലും പണികളും ഉണ്ട്. അപ്പം അത് ജസ്റ്റ് ഒന്ന് സെറ്റായിട്ട് ഇടാമെന്ന് വിചാരിച്ചപ്പോൾ അത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ്. പിന്നെ ലാസ്റ്റ് കുറച്ചൊരു ടൈം കിട്ടിയപ്പോൾ അതിൽ ഞാൻ സിൽവർ ഡസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അതാ ക്രീമെല്ലാം ഇട്ടതിന് ശേഷം ഇങ്ങനത്തെ വലിയൊരു സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ക്രീം നല്ല ഈവനായിട്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയി കിട്ടും. അപ്പോൾ കേക്ക് ഐസിങ് ഒക്കെ ഏകദേശം കഴിയാനായി. അപ്പോൾ ആ ഒരു ടൈമിൽ കപ്പ് കേക്ക് പിന്നെ നമ്മൾ നേരത്തെ ബേക്ക് ചെയ്യാൻ വെച്ചില്ല, ആ ഒരു കേക്ക് റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ ഓവനിന് താഴെ പുറത്തെടുത്ത് വെക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഓവൻ നല്ല ചൂടുള്ളതാണല്ലോ, അപ്പം ഓവറായിട്ട് ഡ്രൈ ആയി പോകും. അതുകൊണ്ട് ഞാൻ ഓവനിനടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ മോൾ ഭാഗത്ത് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ പൊങ്ങിക്കുന്ന ആ ഫോർട്ട് ലൈൻ പോലത്തെ ആ ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ഞാൻ ആ ലൈൻസിൽ ഇങ്ങനെ സിൽവർ ഡസ്റ്റ് കൊടുക്കാനായിരുന്നു പ്ലാന്. അതെന്തായാലും കേക്ക് നല്ലോണം സെറ്റായിട്ടല്ലേ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കപ്പ് കേക്കിലേക്ക് ക്രീം ആക്കി കൊടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അത് ഏറ്റവും ചെറിയ സൈസ് കപ്പ് കേക്കാണ്. നമ്മുടെ ബേക്കറികളിലെല്ലാം ചെറിയ കുഞ്ഞി കേക്ക് കിട്ടുന്നില്ലേ, ആ ഒരു സൈസിലുള്ള കപ്പ് കേക്ക് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റാർ നോസിൽ ഇട്ടിട്ടാണ് ഇങ്ങനെ ബ്ലൂ ക്രീം വെച്ചിട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് കേക്ക് ഇങ്ങനെ പൊടിച്ചിടുന്നുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കിയില്ലേ കേക്ക് പോപ്സിന് വേണ്ടിയിട്ടുള്ള കേക്ക്, അപ്പോൾ അതൊന്നിങ്ങനെ കൈ വെച്ചൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചോക്ലേറ്റ് ഗനാഷാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം, കണ്ടൻസ്ഡ് മിൽക്ക് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു കേക്ക് പോപ്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നോർമലി ചോക്ലേറ്റ് ഗനാഷാണ് കൊടുക്കാറുണ്ട്. നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം കേക്ക് പോപ്സിന് വേണ്ടിയിട്ട് കുഴച്ചെടുക്കാൻ.
അപ്പോൾ അത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോപ്സ് ഞാൻ സാധാരണ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലൊന്നല്ല ഉണ്ടാക്കുന്നത്. ഇതിങ്ങനെ ഒരു എന്താ പറയുക, ഞാനിപ്പോൾ എൽസ തീമിലാണല്ലോ ചെയ്യുന്നത്. അപ്പം എൽസൻ്റെ ഉടുപ്പ് പോലെ ഡ്രസ്സ് ഇങ്ങനെ നിൽക്കുന്ന പോലെ ആ ഒരു ഷേപ്പിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡ്രസ്സിൻ്റെ ഷേപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ കൂടിയിരുന്ന ആ ഒരു ഷേപ്പിൽ ഞാൻ പോപ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കി എല്ലാ പോപ്സും റെഡിയാക്കാം. എന്നിട്ട് അതൊന്ന് ഒരു 20-25 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം സെറ്റായി കിട്ടും. അപ്പോൾ ബാക്കിയെല്ലാം കൂടി അങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചോക്ലേറ്റ് മെൽറ്റാക്കി എടുക്കുന്നു കേട്ടോ. ഡോണട്ട്സിനും അല്ലെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ചോക്ലേറ്റ് ആവശ്യമുള്ളത് അത്രയും എടുക്കാം. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ നല്ല തിളക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഈ പാത്രം വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റായി കിട്ടും. അപ്പോൾ അതാ ഇങ്ങനെ നല്ല ലൂസായിട്ട് വേണം ചോക്ലേറ്റ് ഉണ്ടാവാൻ. ഒട്ടും കട്ടി ഉണ്ടാവാൻ പാടില്ല. എന്നാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡോണട്ട്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതപ്പോൾ ഇതിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രിസിൽ ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കളർ ആഡ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. അപ്പോൾ ഡോണട്ട്സ് ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ എനിക്ക് രാവിലെ ഡോണട്ട്സിനുള്ള ഓർഡർ ഉണ്ട്. അപ്പം അവർക്ക് കൊടുത്തപ്പോൾ എൻ്റെതും കൂടി അങ്ങ് റെഡിയാക്കി വെച്ചു. അപ്പോൾ പിന്നെ പണിയില്ലല്ലോ. അത് രാവിലെ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഡോണട്ട്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഞാനും എൻ്റെ മോളും കൂടി ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതാ വൈറ്റ് ചോക്ലേറ്റിൽ ഡോണട്ട്സ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കളർ ആഡ് ചെയ്ത് വെച്ച ആ ഒരു ചോക്ലേറ്റ് ഉണ്ടല്ലോ അതിങ്ങനെ സൈഡിലേക്ക് കൂടി ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ബ്ലൂ കളർ സ്പ്രിങ്കിൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി എല്ലാ ഡോണട്ട്സും അതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് കേക്ക് പോപ്സിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ സ്റ്റിക്ക് ഉണ്ടല്ലോ അതിങ്ങനെ ചോക്ലേറ്റിൽ മുക്കിയിട്ട് ആ കേക്ക് പോപ്സിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അതാവുമ്പോൾ നല്ല സെറ്റായിട്ട് നിന്നോളുമല്ലോ ചോക്ലേറ്റ് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ബാക്കി നമ്മൾ കളർ മിക്സ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഈ വൈറ്റ് ചോക്ലേറ്റിലേക്ക് ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ നമുക്ക് കളർ ചോക്ലേറ്റ് ആണല്ലോ ആവശ്യമുള്ളത്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചാക്കി ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ഒന്ന് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോക്ലേറ്റിലേക്ക് ആഡ് ചെയ്യാനുള്ള കളർ തന്നെ മേടിക്കാൻ വേണ്ടി കിട്ടും. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സാധാരണ ജെൽ കളറാണ് ഉള്ളത്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കളർ ആഡ് ചെയ്യുന്ന സമയത്ത് ചോക്ലേറ്റ് പെട്ടെന്ന് കട്ടിയായി പോകും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പാത്രത്തിൻ്റെ അടിയിൽ ചൂടുവെള്ളം ഉള്ളൊരു പാത്രം വെച്ചിട്ട് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഡബിൾ ബോയിലിംഗ് സിസ്റ്റം ചെയ്യുമല്ലോ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ചെയ്തിട്ടുള്ളത്. കളർ ഇട്ട് കൊടുക്കുന്ന ആ ഒരു സമയത്ത് ചോക്ലേറ്റ് പെട്ടെന്ന് കട്ടിയായി പോകും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ അടിയിൽ കുറച്ച് ചൂടുവെള്ളം ഉള്ളൊരു പാത്രം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആവി തട്ടിയിട്ട് ചോക്ലേറ്റ് മെൽറ്റായിക്കൊണ്ടിരിക്കും. അപ്പം ചോക്ലേറ്റ് കളർ ആഡ് ചെയ്തിരിക്കുന്ന സമയത്ത് കട്ടിയായി പോവില്ല. നമ്മളിങ്ങനെ ചോക്ലേറ്റ് മെൽറ്റാക്കിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും ചൂടുവെള്ളം ഇങ്ങനെ അടുത്ത് കയറ്റുന്ന വന്നിരിക്കും. അതാകുമ്പോൾ പെട്ടെന്ന് സെറ്റായി പോയാലും അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് മിക്സ് ആക്കിയാൽ ചോക്ലേറ്റ് നമുക്ക് വേഗം തന്നെ മെൽറ്റായി കിട്ടും. ഇനി ഓരോ കേക്ക് പോപ്സ് ആയിട്ട് ഇതിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു OHP ഷീറ്റ് ഇങ്ങനെ അടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് പോപ്സ് നമുക്ക് അതിൽ എടുക്കാൻ വേണ്ടി പറ്റും. പ്ലേറ്റിലൊക്കെ വെക്കുന്ന സമയത്ത് ചിലപ്പം ചോക്ലേറ്റ് അതിലേക്ക് സെറ്റായി പോവുകയാണെങ്കിൽ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ OHP ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഓരോ പോപ്സായിട്ട് ചോക്ലേറ്റിലേക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്.
പോപ്സിൽ എക്സ്ട്രാ വരുന്ന ചോക്ലേറ്റ് ഒന്നിങ്ങനെ കറക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുടഞ്ഞ് കളയുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചോക്ലേറ്റ് പൊങ്ങി നിൽക്കും. അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കുട്ടിക്കളഞ്ഞിട്ട് എല്ലാ പോപ്സും ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പോപ്സ് പെട്ടെന്ന് റെഡിയായി കിട്ടും. കാരണം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ തണുപ്പ് കാരണം പെട്ടെന്ന് തന്നെ ചോക്ലേറ്റ് സെറ്റ് ആയിക്കോളും. അപ്പം ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഈ ബാക്കിയുള്ള പോപ്സ് റെഡിയാക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ ആദ്യം വെച്ച പോപ്സ് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ അതാ പോപ്സ് കണ്ടില്ല, സെറ്റായി. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് കളർ ചെയ്തത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ബ്ലൂ കളർ വെച്ചിട്ടുള്ള ചോക്ലേറ്റ് കൊണ്ട് എനിക്ക് വേറെ ആവശ്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ട് അതിൻ്റെ കുരു കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ബദാം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ജസ്റ്റ് ഒന്നിങ്ങനെ ചോക്ലേറ്റിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി ആ ഒരു ചോക്ലേറ്റിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെയ്ത കേട്ടോ. പിന്നെ ആണെങ്കിൽ ടേബിൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ഒരു ഡെസേർട്ടും കൂടി ആയല്ലോ. ആ ഒരു രീതിയിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു സ്നോ എഫക്റ്റ് വരുത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. പക്ഷേ ഇവിടെ ആയിരിക്കും ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ ആ ഒരു ഫ്ലേവർ ആയിരിക്കും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ലാസ്റ്റായിട്ട് കേക്കിൻ്റെ ബാക്കി പണിയാണ്. അപ്പോൾ കേക്ക് നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്നോ ഫ്ലേക്സ് കട്ടർ വെച്ച് കട്ട് ചെയ്ത ഫോണ്ടൻ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി താഴ്ഭാഗത്തായിട്ട് കുറച്ച് ബ്ലൂ കളർ സ്പ്രിങ്കിൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് സിൽവർ ഡസ്റ്റ് ആട്ടോ ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുന്നത്. അപ്പം കേക്കിൻ്റെ അടുത്തുനിന്ന് നോക്കിയാൽ മാത്രമേ ആ ഒരു എഫക്റ്റ് കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. ഫോട്ടോയിൽ ആ ഒരു എഫക്റ്റ് കാണുന്നുണ്ടായിരുന്നില്ല. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ആ ഒരു കുഞ്ഞ് ലൈൻ ഉണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ ലെവൽ ചെയ്യാണ്ട് വെച്ച ആ ഒരു ലൈൻസിൽ, ആ ഒരു ലൈനിലും ഞാൻ സിൽവർ ഡസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഇപ്പം തന്നെ സമയം വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഫോട്ടോ എടുത്തില്ലെങ്കിൽ ലൈറ്റ് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് കേക്കൊക്കെ റെഡിയാക്കി ഫോട്ടോ എടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ബർത്ത്ഡേക്കാർ ഇവിടെ കുളിച്ച് റെഡിയായിട്ട് ഡ്രസ്സ് മാറാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ കപ്പ് കേക്ക്സിൽ ഞാൻ ഇതാ ഇങ്ങനെ എൽസൻ്റെ ചെറിയ പിക്സ് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ട് അതിങ്ങനെ കട്ട് ചെയ്തിട്ട് മുകളിൽ കുത്തി കൊടുക്കുക ചെയ്തത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ അതാ കേക്ക് പോപ്സിലും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് സാധാരണ ഒരു ഫോട്ടോ കേട്ടോ. അത് നമ്മളിങ്ങനെ പ്രിൻറ്റ് ചെയ്യുന്ന ഷോപ്പിൽ പോയിട്ട് പ്രിൻറ്റ് ചെയ്തെടുത്താണ്. നമ്മൾ ആ സൈസ് പറഞ്ഞു കൊടുത്താൽ അവർ പ്രിൻറ്റ് ചെയ്ത് തരും. അപ്പോൾ ഞാനൊരു കുറച്ചൊരു സ്നോമാനെയും കൂടി പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 വലിയൊരു കപ്പ് കേക്ക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് രാവിലെ ഓർഡർ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ആ ഒരു കപ്പ് കേക്ക്സിൽ എനിക്ക് വേണ്ടിയിട്ടും കുറച്ചൊരു 3 കപ്പ് കേക്ക്സ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി എക്സ്ട്രാ ഉണ്ടാക്കിയിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഈ കേക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ പോയിട്ട് ഡെക്കറേഷൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ബലൂൺ ഉറപ്പിക്കലും ഇങ്ങനെ നെറ്റ് റെഡിയാക്കലും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ലാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തിട്ട് വെച്ചത്. അപ്പോൾ ഈ 5 അനിയത്തി ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ആ കപ്പ് കേക്ക് സ്റ്റാൻഡൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ്. നമ്മളങ്ങനെ ഒന്നും പുറത്തുനിന്നൊന്നും അങ്ങനെ എക്സ്ട്രാ ചിലവൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. അപ്പോൾ ആ കപ്പ് കേക്ക്സ് ആണ് എല്ലായിടത്തും ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും നല്ല അഭിപ്രായം പറയാനുണ്ടായിരുന്ന എല്ലാം കപ്പ് കേക്ക്സിനെ കുറിച്ചാണ്. അപ്പോൾ അതാ കേക്ക് പോപ്സും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് കാണിക്കുന്നുണ്ട്. ആരും കാണാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ കൂടി ഉണ്ട് കേട്ടോ. അതും കൂടെ കണ്ടിട്ട് പോണേ എല്ലാവരും.